ഹായ് ശ്രേയ. ഹായ് കൊച്ചമ്മ. റേനെ ഒത്തിരി വിഷമിച്ചിരിക്കുമല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്? അതെ കൊച്ചമ്മ, അവൾ പറയുന്ന അവൾക്കൊരു വിലയില്ല എന്നൊക്കെ. നമുക്കുള്ള വില എന്താണെന്നറിയോ? നമുക്ക് ദൈവം തരുന്ന വിലയാണ് നമുക്കുള്ള വില എന്നുള്ളത്. ഇപ്പോൾ റെനയ്ക്ക് ശ്രേയയ്ക്ക് 100 സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കിട്ടിയാലും ദൈവം ഒരു വില ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിലയില്ല കേട്ടോ. അപ്പം ദൈവം നമുക്ക് എത്ര വില ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കരുത് നമ്മളൊരിക്കലും. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് നമുക്കുള്ള യഥാർത്ഥമായ വില എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ മതി കേട്ടോ. ദൈവം നമുക്ക് വിലയിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കുള്ള യഥാർത്ഥ വില. സ്നേഹന്മാരുടെ വില എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരുടെ ആ വില കൊടുത്തു. അതാണ് അവരുടെ ഇന്ന് നോമ്പ് പോലും നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അഖിലം ഞാനാരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. ഇപ്പോൾ നമ്മൾ സ്ലീഹാനോമ്പിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ശിഷ്യന്മാരും അവരുടെ ജീവിതം കർത്താവിന് വില കൊടുത്തവരാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തെ പ്രതി എന്തെങ്കിലും ചെയ്തിട്ട് അവൻ നീതി നമുക്ക് നടത്തി തരാതിരിക്കത്തില്ലേ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മളെ വിലമതിക്കുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം മറക്കരുത്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഉള്ള പച്ചവെള്ളത്തിന് പോലും ദൈവം പ്രതിഫലം തരുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ സ്ലീഹാ നോമ്പിൽ നമുക്ക് ദൈവത്തിന് വില കൊടുക്കുന്നവരായി മാറാം. ദൈവത്തിന് വേണ്ടി ജീവിതം നമുക്ക് മാറ്റിവെക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.